പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേക്ഷിതരിൽ. ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേക്ഷിതരിൽ. ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ പാവനറൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. പ്രൈസ് ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പെന്തക്കോസ്ത തിരുനാളിന് വേണ്ടി തിരുസഭ ഒരുങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത്. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ലോകം മുഴുവൻ കത്തിപ്പടരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 8-ാം തിരുവചനം. സ്വർഗാരോഹണ സമയത്ത് ഈശോയുടെ ശിഷ്യന്മാർ ഈശോയോട് ചോദിച്ചു, കർത്താവേ, അങ്ങ് രണ്ടാമത് വരുന്നത് എപ്പോഴാണ്? അങ്ങയുടെ വിധി എപ്പോഴാണ്? ഉടനെ ഈശോ പറഞ്ഞു, അതൊക്കെ പിതാവ് നിശ്ചയിച്ച കാര്യങ്ങളാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷ്യം വഹിക്കും. ഈശോ മിശിഹ അവസാനമായി പറഞ്ഞ വാക്കാണിത്. ഈശോ തന്ന ഏറ്റവും വലിയ സമ്മാനമാണല്ലോ പരിശുദ്ധാത്മാവ്. ഈശോ നൽകുന്ന ഏറ്റവും വലിയ ദാനമാണല്ലോ പരിശുദ്ധാത്മാവ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 7-ഉം 8-ഉം തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപബോധവും പശ്ചാത്താപവും നൽകും. ദൈവമക്കളെ, ഈ കാലഘട്ടം പ്രത്യേകിച്ച് പകർച്ചവ്യാധികളാൽ അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന, മുന്നോട്ടിനി എങ്ങനെ പോകുമെന്ന് അറിയാതെ വിഷമിക്കുന്ന ദൈവമക്കൾക്ക് ആശ്വാസം നൽകുവാൻ ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. നമുക്കറിയാം, ഈശോയുടെ ശക്തി പരിശുദ്ധാത്മാവാണ്. അപ്പസ്തോലന്മാരുടെ ശക്തി പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ നമ്മൾ പറയുന്നത് സഹായകൻ എന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14:26 തിരുവചനം പഠിപ്പിക്കുകയാണ്, സഹായനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യും. അപ്പം നമുക്ക് സഹായം നൽകുന്നവനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധിയിൽ നമ്മളെ സഹായിക്കുന്നവനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഈ സഹായനായ പരിശുദ്ധാത്മാവിനോട് സഹായം ചോദിക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പ്രതിസന്ധിയിൽ മുന്നോട്ട് പോകുമ്പോൾ വിശ്വാസ തകർച്ചയുടെയും യുക്തിയുടെയും ദൈവവിശ്വാസത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞ് ശുശ്രൂഷ ചെയ്യുന്ന അനേകം വൈദികരും സമർപ്പിതരും അൽമായരും സഭയിൽ എഴുന്നേക്കണം. പരിശുദ്ധാത്മാവാണ് സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 20 നൂറ്റാണ്ടായി, ആദിമസഭ മുതൽ ഈ നൂറ്റാണ്ട് വരെ ഓരോ കാലഘട്ടത്തിലും ദൈവം എഴുന്നേൽപ്പിച്ച അനേകം വിശുദ്ധരായ ദൈവദാസന്മാരിലൂടെ സഭയെ നയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, സഭയിൽ ഓരോ കാലഘട്ടത്തിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ, ഉദാഹരണം 12-ാം നൂറ്റാണ്ടിൽ സഭയിൽ പ്രതിസന്ധി ഉണ്ടായ കാലഘട്ടത്തിലാണ് അസീസിയിലെ ഫ്രാൻസിസിനെ പോലുള്ള വിശുദ്ധ അന്തോനീസിനെ പോലുള്ള വിശുദ്ധന്മാരെ സഭയിൽ എഴുന്നേൽപ്പിച്ചത്. ദൈവമക്കളെ, ഇവരെല്ലാം പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചതാണ്. നമുക്കറിയാം, പരിശുദ്ധാത്മാവ് എല്ലാ വ്യക്തികളിലും കടന്നു വരുന്ന മാമോദീസ വഴിയും സൈൽ ലെവനും കൂടി പരിശുദ്ധാത്മാവ് കടന്നു വരുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉജ്ജ്വലിപ്പിക്കണം, പരിശുദ്ധാത്മാവിനെ നമ്മൾ ജ്വലിപ്പിക്കണം.
നമുക്കറിയാം ഈ ശരീരത്തിന് വേണ്ടി ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞിന് ആവശ്യമായ ഭക്ഷണം നമ്മൾ കൊടുക്കാറുണ്ട്, ആ കുഞ്ഞിന് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്, ആ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എന്നാൽ ഈ നശിച്ചു പോകുന്ന ഈ ശരീരത്തിന് വേണ്ടി യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം തിരുവചനം, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ലല്ലോ. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, നശിച്ചു പോകുന്ന ഈ ജഡത്തിന് വേണ്ടി നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്യാറുള്ളപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മൾ ആവശ്യമായ ഭക്ഷണം കൊടുക്കാറുണ്ടോ? മാമോദീസ വഴി ലഭിക്കപ്പെട്ട പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉജ്ജ്വലിപ്പിക്കാറുണ്ടോ? നമുക്കറിയാം, വിശുദ്ധ അന്തോനീസിലും വിശുദ്ധ സെബസ്ത്യാനോസിലും വിശുദ്ധ ജോൺ ബോൾ മാർപ്പാപ്പയിലും അൽമായ വിശുദ്ധനായ വിശുദ്ധ ഇസിദോറിലും വിശുദ്ധ താഴ്ത്തപ്പെട്ട ദൈവസഹായം പിള്ളയിലുമൊക്കെ പ്രവർത്തിച്ചത് നമ്മളിൽ ഉള്ള അതേ പരിശുദ്ധാത്മാവാണ്. പക്ഷേ ഈ പരിശുദ്ധാത്മാവിന് ആവശ്യമായ കാര്യങ്ങൾ അവർ ചെയ്തു കൊടുത്തു. അവർ പ്രാർത്ഥനയാലും ഉപവാസത്താലും വചനവായനയാലും ദൈവത്തെ ആരാധനയാലും വിശുദ്ധ കുർബാനയാലും ഒക്കെ അവർക്ക് ലഭിക്കപ്പെട്ട പരിശുദ്ധാത്മാവിനെ അവർ ജ്വലിപ്പിച്ചു കൊണ്ടിരുന്നു. നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ ഈ കാലഘട്ടത്തിൽ ജ്വലിപ്പിക്കണം. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിൽ വിശുദ്ധനായ പൗലോസ്ലീഹ പഠിപ്പിച്ചൊരു വചനമുണ്ട്, റോമാലേഖനം 5-ാം അധ്യായം 4-5 തിരുവചനങ്ങൾ. കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയെ നൽകുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ചൊരിയപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ ഒത്തിരി പ്രതിസന്ധിയിൽ പോവുക, ഇനി മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് ലോകം പകച്ചു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ കഷ്ടത സഹനശീലവും ആത്മധൈര്യവും പ്രത്യാശയും നൽകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. രോഗമുണ്ടാകത്തില്ലെന്ന് ബൈബിൾ പഠിപ്പിച്ചിട്ടില്ല. രോഗവും കഷ്ടതയും സഹനവും ഒക്കെ ലോകത്തിലുണ്ടാകും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം തിരുവചനത്തിൽ ഈശോ മിശിഹ പഠിപ്പിച്ചൊരു വചനമില്ലേ, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ, ഞാനിതാ ലോകത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ലോകത്തെ ക്രിസ്തു കീഴ്പ്പെടുത്തിയത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയല്ല. ലോകത്തെ അപ്പസ്തോലന്മാർ വിശുദ്ധന്മാർ കീഴ്പ്പെടുത്തിയത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയല്ല. നമുക്കറിയാം, സഭയിലെ അസാധാരണമായ പ്രവൃത്തി കേരള സഭയിൽ ചെയ്ത ഒരു വിശുദ്ധനാണ് വിശുദ്ധ ചാവറ പിതാവ്. ചാവറ പിതാവ് ഒത്തിരി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം സെമിനാരിയിൽ ചേരുവാൻ തീരുമാനിച്ചു, സെമിനാരിയിൽ ചേർന്നു. അധികം താമസിയാതെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ സഹോദരനും ഒരു പകർച്ചവ്യാധിയാൽ അവർ മരണപ്പെടുക. സഹോദരനും മാതാപിതാക്കളും പകർച്ചവ്യാധിയാൽ മരണപ്പെടുമ്പോൾ പിന്നീട് അദ്ദേഹത്തിന് ആ വീട്ടിൽ ചെല്ലാൻ പറ്റുന്നില്ല, കാരണം ആ നാട്ടിലേക്ക് ആരെയും കയറ്റത്തില്ല. പിന്നീട് കുറേ നാൾ കഴിഞ്ഞ് അദ്ദേഹം തൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും സഹോദരൻ്റെയും കബറിടത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബന്ധുമിത്രാദികൾ വന്നു പറഞ്ഞു, ഇനി സെമിനാരിയിൽ പോകണ്ട. പക്ഷെ അദ്ദേഹം പരിശുദ്ധാത്മാവിനെ ശക്തിയിൽ ആശ്രയിച്ച വ്യക്തിയായിട്ട് ഉറച്ച തീരുമാനമെടുത്തു. പ്രിയപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ടിട്ടും ദൈവത്തിൻ്റെ ആത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് അദ്ദേഹം സെമിനാരിയിൽ പഠിച്ചു വൈദികനായി. അദ്ദേഹത്തിലൂടെ കേരള സഭയ്ക്ക് നൽകപ്പെട്ട നേട്ടങ്ങൾ എത്രയാണ്. അപ്പം ഞാനിത് പറയുന്നത്, നമുക്ക് കഷ്ടതകളും സഹനങ്ങളും ഉണ്ടാകും, രോഗമുണ്ടാകും. സഭയുടെ ചരിത്രത്തിലും ലോകത്തിൻ്റെ ചരിത്രത്തിലും ലോകത്തിൻ്റെ ഓരോ കാലഘട്ടത്തിലും പകർച്ചവ്യാധികളും രോഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി ലോകത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇതിനെല്ലാം നമ്മൾ തരണം ചെയ്യുന്ന ദൈവത്തിലുള്ള വിശ്വാസത്തിലാണ്. ഒരു വ്യക്തിക്ക് വിശ്വാസം നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, പരിശുദ്ധാത്മാവുള്ള വ്യക്തിക്കാണ് വിശ്വാസമുള്ളത്, പരിശുദ്ധാത്മാവുള്ള വ്യക്തിക്കാണ് പ്രത്യാശയുള്ളത്, പരിശുദ്ധാത്മാവുള്ള വ്യക്തിക്കാണ് ദൈവത്തിൽ ആശ്രയത്വമുള്ളത്. നമ്മൾ ലോകത്തിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല കേൾക്കേണ്ടത്, ഈ ലോകത്തെ ജയിച്ചവനായ ക്രിസ്തുവിലേക്ക് കണ്ണുകൾ ഉയർത്തി അവനെ പ്രത്യാശയോടെ അവനെ മുഖത്തു നോക്കി ജീവിക്കുമ്പോഴാണ് ഈ ലോകത്തിൻ്റെ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ പറ്റുന്നത്. നമുക്കറിയാം, വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിൽ എന്തോരം സഹനങ്ങളുണ്ടായിരുന്നു, എന്തോരം വിശുദ്ധരുടെ ജീവിതത്തിൽ സഹനങ്ങളും ഞെരുക്കങ്ങളും വേദനകളും കഷ്ടതകളിലൂടെ അവർ കടന്നുപോയത്. നമുക്കറിയാം, ഈശോയ്ക്ക് വേണ്ടി 14 ലേഖനം എഴുതിയ വിശുദ്ധനായ പൗലോസ്ലീഹ എന്തോരം ഞെരുക്കങ്ങളിലൂടെ പോയിട്ടുണ്ട്. ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച എല്ലാ വിശുദ്ധരുടെ ജീവിതത്തിൽ ഞെരുക്കങ്ങളുണ്ട്. ഈ ഞെരുക്കങ്ങളെ അവർ കവർ ചെയ്തത്, അതിനെ തരണം ചെയ്തത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. നമുക്കറിയാം, പരിശുദ്ധ അമ്മ മാതാവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട ദൈവിക സന്ദേശം കൊടുത്ത ലൂർദിൽ വിശുദ്ധ ബെർണീദീത്ത ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ പോയ മകളാണ്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സന്ദേശങ്ങൾ അമലോത്ഭവ മാതാവെന്ന് പറഞ്ഞ ഈ ബെർണീദീത്തയുടെ ജീവിതം മുഴുവൻ ദൈവശക്തിയിൽ ആശ്രയിച്ചുള്ള ജീവിതമാണ്. വിശുദ്ധ അൽഫോൻസാമ രോഗിയായി കിടന്ന വ്യക്തിയാണ്.
വർഷങ്ങളോളം രോഗിയായി കിടന്ന ഈ മകൾ തളരാതെ നിന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാലാണ്. മദർ മറിയം ത്രേസ്യ കേരള സഭയിലെ ആദ്യത്തെ വരദാനങ്ങൾ ഉപയോഗിച്ച് പരഹൃദയം ജ്ഞാന അഭിഷേകമുള്ള ഈ മദർ മറിയം ത്രേസ്യയുടെ ജീവിതത്തിൽ ഒത്തിരി ഒറ്റപ്പെടലും വേദനയും ഉണ്ടായപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുന്നത്. 968 അഭിബന്ധ്യ ഇക്താനിയൂത്തിസ് പിതാവ് പറയുന്നൊരു വാക്കുണ്ട്. അതായത് പരിശുദ്ധാത്മാവിൻ്റെ അഭാവത്തിൽ ക്രിസ്തീയത ഒരു അടിമത്ത ചങ്ങലയായി മാറും. സഭ ഒരു സംഘടനവൽക്കരിക്കപ്പെട്ട ആത്മീയതയായി മാറും. ലിറ്റർജി അല്ലെങ്കിൽ വിശുദ്ധ കുർബാന ക്രമങ്ങളൊക്കെ നമുക്കൊരു കെട്ടുപാടായി മാറും. യേശുക്രിസ്തു ഒരു വിദൂരതയിൽ നിൽക്കുന്ന വ്യക്തിയായി മാറും. വചനം നമുക്കൊരു വെറും പുസ്തകമായി മാറും. എന്നിട്ട് അഭിബന്ധ്യ പിതാവ് പറയുകയാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് ഒരു വൈദികനിൽ, പരിശുദ്ധാത്മാവ് ഒരു അൽമായനിൽ, പരിശുദ്ധാത്മാവ് ഒരു ബിഷപ്പിൽ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ വിശുദ്ധ കുർബാന ആ വ്യക്തിക്ക് ആനന്ദമായി മാറും. ആ വ്യക്തിക്ക് വചനവായന അഭിഷേകമായി മാറും. ആ വ്യക്തിക്ക് പരിശുദ്ധ സഭ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായി മാറും. അവൻ സഭയെ സ്നേഹിക്കാൻ തുടങ്ങും, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും, സഭയെ ഉണർത്താൻ ശ്രമിക്കാൻ തുടങ്ങും. ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ യേശുക്രിസ്തു ദൈവപുത്രനും ഏകരക്ഷകനുമായി മാറും. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ലോകത്തിൽ സഭ എവിടെയെങ്കിലും ചലിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിനെ തുറന്നു വിടാത്തതാണെന്ന് തന്നെയാണ് 100% ഉറപ്പുള്ള കാര്യം. അപ്പോൾ പരിശുദ്ധാത്മാവിനെ എവിടെയൊക്കെ തുറന്നു വിട്ടിട്ടുണ്ടോ, പരിശുദ്ധാത്മാവിന് എവിടെയൊക്കെ തുറവി കൊടുത്തിട്ടുണ്ടോ, അവിടെ എല്ലാം ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം തിരുവചനത്തിൽ ഈശോ തിരുനാളിൻ്റെ മഹാദിനത്തിൽ ഉച്ചത്തിൽ പറഞ്ഞ വാക്കില്ലേ, ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. വിശുദ്ധ ലിഖിതം പ്രഖ്യാപിക്കുന്ന പോലെ ജീവജലത്തിൻ്റെ അരൂപികൾ ഒഴുകപ്പെടും, ജീവജലത്തിൻ്റെ അഭിഷേകം ഒഴുകപ്പെടും. ദൈവമക്കളെ, നമ്മൾ ആഗ്രഹിക്കണം, ദാഹിക്കണം. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കാൻ എപ്പോഴും റെഡിയായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, മാമോദീസ വഴി നമുക്ക് ലഭിക്കപ്പെട്ട പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കാൻ വേണ്ടി 4 വഴികളുണ്ട്. 1, പരിശുദ്ധാത്മാവ് കേൾവിയിലൂടെ കടന്നു വരും. 2, പരിശുദ്ധാത്മാവ് സാന്നിധ്യത്തിലൂടെ കടന്നു വരും. 3, പരിശുദ്ധാത്മാവ് പ്രവൃത്തിയിലൂടെ കടന്നു വരും. 4, പരിശുദ്ധാത്മാവ് കൈവപ്പിലൂടെ കടന്നു വരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒന്നാമത്തെ കാര്യം അപ്പസ്തോല പ്രവർത്തനം 10:44. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ആത്മാവിൻ്റെ അഭിഷേകമുള്ള പത്രോസ്ലീഗ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ട വിജാതിയുടെ മേൽ പോലും പരിശുദ്ധാത്മാവ് നിറഞ്ഞെന്നാണ് പറയുന്നത്. ദൈവമക്കളെ, നമുക്കറിയാം പത്രോസ്ലീഗയുടെ ചരിത്രം. ഈശോ തെരഞ്ഞെടുത്ത തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ പത്രോസ്ലീഹായോട് ഈശോ തൻ്റെ പീഡാസഹനത്തിൻ്റെ സഹന വേളകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഈശോ പറഞ്ഞു, എല്ലാവരും എന്നെ ഉപേക്ഷിച്ച് ഇടരും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ പത്രോസ് പറഞ്ഞു, ആരൊക്കെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. പത്രോസിനെ നോക്കി ഈശോ പറഞ്ഞു, പത്രോസ്, നീ എന്നെ ഉപേക്ഷിക്കും. കാരണം ആത്മാവിൻ്റെ ശക്തിയില്ലാത്ത വ്യക്തി ക്രിസ്തുവിനെ ഉപേക്ഷിക്കും. നമ്മൾ ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളോ അടയാളങ്ങളോ കണ്ടാലോ ക്രിസ്തുവിനെ തള്ളിപ്പറയാം. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ ഒത്തിരി ദൈവമക്കൾ വിശ്വാസത്തിൽ നിന്ന് വന്ന വ്യക്തികൾ പോലും തള്ളിപ്പറയുന്നതിന് കാരണം അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മളെ ഒരിക്കലും ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാറില്ല. എന്നാൽ പരിശുദ്ധാത്മാവിനെ ശക്തി നിറയുമ്പോൾ ആ വ്യക്തി ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാകും. നമുക്കറിയാം, പത്രോസ്ലീഗ ഈശോ പീലാത്തോസിൻ്റെ കഴുത്തറത്തിൽ വെച്ച് 2 പടയാളികളാൽ ചമ്മട്ടി കൊണ്ട് അടിക്കപ്പെട്ട് അവൻ്റെ ശരീരം കീറിമുറിച്ച് അർദ്ധരാത്രിയിൽ ശരീരം വിയർത്തൊഴുകുമ്പോൾ ഈശോയിൽ നിന്ന് മാറി നിന്ന പത്രോസിന് തണുത്ത് കേവലം സ്ത്രീകൾ പോയി തീ കായുന്ന സ്ഥലങ്ങളിൽ പോയി അവിടെ പോയി ഇരുന്ന് ക്രിസ്തുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസ്. നമുക്കറിയാം, ഉദ്ധാനം ചെയ്ത ഈശോയെ കണ്ടിട്ട് മീൻ പിടിക്കാൻ പോയ പത്രോസ്, ഉദ്ധാനം ചെയ്ത് ഈശോയെ കണ്ടിട്ട് നേരിട്ട് കണ്ടിട്ട് പോലും മീൻ പിടിക്കാൻ പോയ പത്രോസ്. എന്നാൽ പെന്തക്കോസ്ത തിരുനാളിൽ വിളവെടുപ്പ് നാളിന് 10 ദിവസക്കാലം പരിശുദ്ധ അമ്മ മാതാവിൻ്റെ നേതൃത്വത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അതുവരെ ഭയപ്പെട്ടിരുന്നവർ, യഹൂദന്മാരെ ഭയപ്പെട്ട്, റോമാക്കാരെ ഭയപ്പെട്ട്, അതുതന്നെ പീലാത്തോസിനെ ഭയപ്പെട്ട്, കയ്യഫാസിനെ ഭയപ്പെട്ട്, സ്ത്രീകളെപ്പോലും ഭയപ്പെട്ട് ഒരു മുറിക്കകത്തിരുന്ന പത്രോസും സ്ലീഹന്മാരും, എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞപ്പോൾ ശക്തമായി ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുക. അവിടെ കൂടിയിരുന്ന 10,000-ങ്ങളിടയിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ച് അത് കേട്ടുകൊണ്ടിരുന്ന 3000 വ്യക്തികൾ പത്രോസ്ലീഗയുടെ 22 വാക്ക്, ആത്മാവ് നിറഞ്ഞ ഒരു 22 വാക്ക് പറഞ്ഞപ്പോൾ കേട്ടുകൊണ്ടിരുന്ന 3000 വ്യക്തികളുടെ ഹൃദയങ്ങൾ നിറങ്ങി അവർ മാനസാന്തരപ്പെട്ട് സഭയിൽ ചേർന്നു.
ദൈവമക്കളെ, ഈ പത്രോസിന് ധൈര്യം കൊടുത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ. ഭയപ്പെട്ടിരുന്ന പത്രോസിന് ബലം കൊടുത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ പത്രോസ്ലീഹ ക്രിസ്തുവിന് വേണ്ടി തലകീഴായി കുരിശിൽ തറയ്ക്കപ്പെട്ട് ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയായി മാറി. ആദ്യ സഭയിലെ വിശുദ്ധന്മാർക്കെല്ലാം ശക്തി കിട്ടിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ. അവർ വാളിൻ്റെ മുമ്പിൽ, സിംഹത്തിൻ്റെ മുമ്പിൽ ക്രിസ്തുവിനെ തള്ളിപ്പറയാതെ പ്രതിസന്ധിയിൽ ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നിന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ. അത് മാനസിക ബലത്തിൻ്റെ ശക്തിയോ അതല്ലാതെ ശാരീരിക ബലത്തിൻ്റെ ശക്തിയോ അല്ല, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാണ്. ആദ്യത്തെ രക്തസാക്ഷിയായ സ്റ്റെഫാനോസിനെ കുറിച്ച് പറയുന്നു അപ്പസ്തോല പ്രവർത്തനം 6-ാം അധ്യായം 4 മുതൽ തിരുവചനങ്ങളിൽ. സ്റ്റെഫാനോസിൽ വെളിപ്പെട്ട കൃപാവരവും ശക്തിയും അവന് വെളിപ്പെട്ട ആത്മാവിൻ്റെ ശക്തിയോട് എതിർത്ത് നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. നൂറുകണക്കിന് ആൾക്കാർ സ്റ്റെഫാനോസിനെ കല്ലെറിയുമ്പോൾ പോലും ഒരു പരാതിയും കൂടാതെ സ്വർഗത്തെ ദർശിച്ച് ആ കല്ലിന് മുമ്പിൽ പിടിച്ചു നിന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ദൈവമക്കളെ, ഞാനിത് പറയുന്നത് നമുക്ക് ശക്തി കിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ വാക്കിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയും. വിശുദ്ധ അന്തോനീസ് പുണ്യാളൻ, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ ഒരു സംഭവമുണ്ട്. അദ്ദേഹം റോമിൽ ഒരിക്കൽ പരിശുദ്ധ പിതാവും കർദിനാളന്മാരുടെയും ഒക്കെ ഒരു കൂട്ടായ്മയിൽ പോർച്ചുഗീസ് ഭാഷയിൽ അദ്ദേഹം വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. അദ്ദേഹം പോർച്ചുഗീസ് ഭാഷയിൽ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഫ്രഞ്ചുകാരായ, സ്പാനിഷുകാരായ, ഇംഗ്ലീഷുകാരായ വിവിധ ഭാഷകളുള്ള മെത്രാന്മാർക്ക് അവരവരുടെ ഭാഷകളിൽ ഈ ദൈവത്തിൻ്റെ വചനം തിരിച്ചറിയാൻ പറ്റി, അവർക്ക് മനസ്സിലാകാൻ പറ്റി. അന്തോനീസ് പുണ്യാളൻ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരെല്ലാം ആത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞു. അപ്പോൾ വാക്കിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയും. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ നിറയും. വചനം നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ ദൈവദാസന്മാർ വചനം പ്രഘോഷിക്കുമ്പോൾ അത് കേൾക്കുന്ന വ്യക്തികളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പകരും. നമുക്കറിയാം, 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചൊരു വിശുദ്ധനാണ് ഫ്രാൻസിസ് സൊളാസർ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം സ്പെയിനിൽ നിന്ന് മിഷണറിയായി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പോയതാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ആദിവാസികളുടെ ഇടയിൽ സുവിശേഷ വേല ചെയ്ത, പ്രത്യേകിച്ച് റെഡ് ഇന്ത്യൻകാരുടെ വിവിധ ഗോത്രങ്ങളിൽ ആദിവാസികളായ വ്യക്തികളിലേക്ക് സുവിശേഷം പ്രസംഗിച്ച് അവരുടെ ഭാഷയിലേക്ക് സ്പാനിഷുകാരനായ വ്യക്തി വചനം പറയുമ്പോൾ അവർക്ക് മനസ്സിലായി അവർ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വന്നു. അപ്പോൾ അദ്ദേഹത്തെ വധിക്കുവാൻ വേണ്ടി റെഡ് ഇന്ത്യൻ ഗോത്ര തലവന്മാർ തീരുമാനമെടുത്ത് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ ഒന്നിച്ചുകൂടി ഇദ്ദേഹത്തെ കൊല്ലുവാൻ തീരുമാനമെടുത്ത് വളഞ്ഞു. ഈ സമയത്ത് അദ്ദേഹം ആത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ് ഈ ആയുധങ്ങളെയും വ്യക്തികളെയും ബന്ധിച്ചിട്ട് അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചു. സ്പാനിഷ് ഭാഷയിലാണ് ദൈവവചനം പറയുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന നൂറുകണക്കിന് ഗോത്രങ്ങൾ, വിവിധ ഭാഷയിൽപ്പെട്ടവർ, നൂറുകണക്കിന് ഗോത്രക്കാരുണ്ട്. അവർ യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ച് ഒറ്റ ദിവസം 9,000 പേര് ഈശോയുടെ സ്നേഹത്തിലേക്ക് കടന്ന് വിശ്വാസത്തിലേക്ക് വന്ന് മാമോദീസ സ്വീകരിച്ച ചരിത്രം സഭയിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ദൈവമക്കളെ, നമുക്ക് കേൾവിയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നിറയും. വചനം കേൾക്കുന്നതിൽ, വചനം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ജ്വലിക്കാൻ തുടങ്ങും. രണ്ടാമത്തെ കാര്യമാണ് സാന്നിധ്യത്തിലൂടെ പരിശുദ്ധാത്മാവ് നിറയും. നമുക്കറിയാം, പരിശുദ്ധ അമ്മ ഉണ്ണീശോയെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ തിരുവചനങ്ങൾ. പരിശുദ്ധ അമ്മ മാതാവ് തിടുക്കത്തിൽ എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് ചെന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശരീരമായ, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ, പരിശുദ്ധാത്മാവിൻ്റെ ആലയമായ പരിശുദ്ധ അമ്മ എലിസബത്തിനെ അഭിവാദനം ചെയ്തപ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലൂടെ പരിശുദ്ധാത്മാവ് എലിസബത്തിന് ഉദരത്തിൽ കിടന്ന സ്നാവയവനാലും നിറയുക. അപ്പം അഭിഷേകമുള്ള വ്യക്തിയുടെ സാന്നിധ്യം നമുക്ക് പരിശുദ്ധാത്മാവ് നിറയും. സഭയിലൊരു വിശുദ്ധനാണ് വിശുദ്ധ ഫിലിപ്പിനേരി. അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്ന വ്യക്തികളെല്ലാം അഭിഷേകത്താൽ നിറയുമായിരുന്നു. സഭയിൽ അനേകം വിശുദ്ധർക്ക് ഈ അഭിഷേകമുണ്ട്. വിശുദ്ധ പാതിരപ്പിയോടെ അടുത്ത് വരുന്ന വ്യക്തികൾ അഭിഷേകത്താൽ നിറയുമായിരുന്നു. അസീസിലെ ഫ്രാൻസിസിൻ്റെ സാന്നിധ്യം അനേകം വ്യക്തികളെ മാനസാന്തരത്തിലേക്കും അഭിഷേകത്താൽ നിറച്ചു. നമുക്കറിയാം, ഈ വിശുദ്ധരുടെയൊക്കെ സാന്നിധ്യത്തിൽ, വിശുദ്ധരുടെ ശരീരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകമുണ്ട്. അപ്പോൾ ദൈവസാന്നിധ്യം നിറഞ്ഞ വ്യക്തികളുടെ സാമീപ്യം, ദൈവസാന്നിധ്യം, അഭിഷേകമുള്ള വ്യക്തികൾ കടന്നു വരുമ്പോൾ അവരിൽ നിന്ന് മറ്റുള്ള വ്യക്തികളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പകരും. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ കാര്യമാണ് പ്രവൃത്തിയിലൂടെ പരിശുദ്ധാത്മാവ് നിറയും. നമുക്കറിയാം, വിശുദ്ധ മദർ തെരേസ അനേകം രോഗികളിലേക്ക് ദൈവസ്നേഹം കൊടുത്തയാളാണ്.
അവർ രോഗികളെ ശുശ്രൂഷിക്കുമ്പോൾ, പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കുമ്പോൾ അവർക്കെല്ലാം ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് പകർന്നു കൊടുത്തത്. അവരിലേക്കെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞത്. ഫാദർ ഡാമിയൻ കുഷ്ഠരോഗികളുടെ ഇടയിലേക്ക് മൊളോക്കോ ദ്വീപിലേക്ക് ഇറങ്ങി വന്ന് ക്രിസ്തുവിൻ്റെ സ്നേഹം കൊടുത്ത് അളിഞ്ഞു കിടക്കുന്ന കുഷ്ഠരോഗികളിൽ വെറുപ്പും വിദ്വേഷത്തിലും കഴിയുന്ന മക്കളിലേക്ക് ഫാദർ ഡാമിയൻ, ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ വ്യക്തി, കടന്നു വന്ന് ഈശോയുടെ സ്നേഹത്തിൽ ശുശ്രൂഷിച്ചപ്പോൾ അവരെല്ലാം മാനസാന്തരപ്പെടുക, അനുദപിക്കുക. സഭയിലെ വിശുദ്ധ ജോസഫ് കൊത്തലൊങ്കോ, ഇദ്ദേഹത്തിൻ്റെ ഒക്കെ പ്രവൃത്തി വഴി അനേകം വ്യക്തികൾ മാനസാന്തരപ്പെട്ടിട്ടുണ്ട്. അവരുടെ സാന്നിധ്യം, അവരുടെ പ്രവൃത്തി, ദൈവമക്കളെ, ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ വ്യക്തിയുടെ പ്രവൃത്തിയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയും. നാലാമത്തെ കാര്യമാണ് കൈവപ്പിലൂടെ പരിശുദ്ധാത്മാവ് നിറയും. 2 തിമോത്തി 1:7 എൻ്റെ കൈവപ്പിലൂടെ ലഭിക്കപ്പെട്ട പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കണം. ദൈവദാസന്മാരുടെ കൈവപ്പ്, അഭിബന്ധ പിതാക്കന്മാരുടെ കൈവപ്പ്, അഭിഷിക്തരുടെ കൈവപ്പ്, ദൈവം തെരഞ്ഞെടുത്ത ശുശ്രൂഷകരുടെ കൈവപ്പ്, ഈ കൈവപ്പിലൂടെ പരിശുദ്ധാത്മാവ് പകരും. ദൈവമക്കളെ, കൈവപ്പിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പകരപ്പെടുന്നുണ്ട്. നമുക്കറിയാം, നടപടി പുസ്തകങ്ങളിൽ അത് കാണുന്നുണ്ട്, വിശുദ്ധ ബൈബിളിൽ കാണുന്നുണ്ട്. കൈവപ്പ്, ദൈവം തെരഞ്ഞെടുത്ത ദൈവദാസന്മാരുടെ കൈവപ്പ്. 2 രാജാക്കന്മാർ 2-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ ഏലിയായിൽ നിന്ന് എലീശായിലേക്ക് കിട്ടിയ ഇരട്ടി അഭിഷേകം ദൈവദാസന്മാരുടെ കൈവപ്പ് വഴി, ദൈവദാസന്മാരുടെ ശുശ്രൂഷ വഴി നമുക്ക് പകരാം. അതുകൊണ്ട് ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കണം. നമുക്ക് കിട്ടിയ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉണർത്തണം. നമ്മൾ ഇനി ഇങ്ങനെ ജീവിച്ചാൽ പോരാ. നമ്മുടെ വിശ്വാസത്തെ വെല്ലുവിളിക്കാൻ ധാരാളം ആൾക്കാർ കടന്നു വരുമ്പോൾ ദൈവജ്ഞാനവും അഭിഷേകവും നിറഞ്ഞ് ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാർ സഭയിൽ എഴുന്നേക്കണം, വൈദികർ എഴുന്നേക്കണം, സമർപ്പിതർ എഴുന്നേക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ബുദ്ധിയിൽ നിറയാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ബുദ്ധിയെ നിയന്ത്രിക്കാൻ തുടങ്ങും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ വളരാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ജഡത്തിൻ്റെ ബന്ധനങ്ങൾ അഴിയാൻ തുടങ്ങും. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ദൈവവിശ്വാസത്തെ വെല്ലുവിളിക്കുന്ന മക്കൾക്ക് ലൂക്കാ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 15-ാം തിരുവചനത്തിൽ നിന്റെ എതിരാളികൾക്കാർക്കും ചെറുത്തു നിൽക്കാൻ കഴിയാത്ത വാക്ചാതുര്യവും ജ്ഞാനവും നൽകുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നിറയണം. അനേകം ദൈവമക്കൾ എഴുന്നേക്കണം, യുവതിയുവാക്കന്മാർ എഴുന്നേക്കണം. വിശ്വാസം നഷ്ടപ്പെട്ട വിശ്വാസ രാഹിത്യത്തിൻ്റെ അരൂപികൾ ബുദ്ധിയുടെ തലത്തിൽ ചിന്തിക്കുന്ന കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ റൂഹ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ അനേക ദൈവദാസന്മാർ സഭയിൽ എഴുന്നേക്കണം. വിശുദ്ധ തോമസ് അക്വിനസിനെ പോലുള്ള അനേകം ദൈവദാസന്മാർ സഭയിൽ എഴുന്നേക്കണം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ തുറന്നു പറയുക, വൈദികരെ നിങ്ങൾ കൂടുതൽ ഉണരണം, സമർപ്പിതരെ നിങ്ങൾ കൂടുതൽ ഉണരണം. അൽമായരെ നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല, നമ്മളൊരു കുടുംബജീവിതക്കാരെ വെറുതെ ഇരിക്കാൻ പാടില്ല. നമ്മളിലൂടെ എന്തോ ഒരു കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. വിശുദ്ധ ഗീവർഗീസ് സഹത, വിശുദ്ധ ഗീവർഗീസ് ഒരു അൽമായനല്ലായിരുന്നു, വിശുദ്ധ സെബസ്റ്റ്യാനോസ് ഒരു അൽമായനല്ലായിരുന്നു, വിശുദ്ധ ഡോക്ടർ ജോസഫ് മെസ്കോത്തി ഒരു അൽമായനല്ലെന്നല്ലോ, വിശുദ്ധ ജിയന്ന വെറേറ്റമോള ഒരു അൽമായ സഹോദരിയായിരുന്നല്ലോ. പൽമായിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കും, വൈദികളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കും. സഭയ്ക്കെതിരെ വരുന്ന എല്ലാ ദുരാരോപണങ്ങളെ തകർക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ നിറഞ്ഞ ശുശ്രൂഷകൾ സഭയിൽ ഇനി വെളിപ്പെടണം. ഒരു മനുഷ്യന് പോലും എതിർത്തു നിൽക്കാൻ മേലാത്ത ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി അന്തോനീസിൻ്റെ മേൽ വെളിപ്പെട്ട, അൽഫോൻസാമയിൽ വെളിപ്പെട്ട, വിശുദ്ധരിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ ജ്ഞാന അഭിഷേകമുള്ള വ്യക്തികൾ, സകല ദാസന്മാർ സഭയിൽ എഴുന്നേക്കണം. അതിന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ആവശ്യമുണ്ട്. ദൈവമക്കളെ, അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, പുതിയ പെന്തക്കോസ്ത അഭിഷേകം, പുതിയൊരു അഭിഷേകം, പുതിയൊരു കൃപയുടെ അഭിഷേകം സഭയിൽ വെളിപ്പെടണം. 21-ാം നൂറ്റാണ്ടിൽ നിൽക്കുമ്പോൾ വിശുദ്ധ കൊച്ചുത്രസ്യ പറഞ്ഞൊരു വാക്കുണ്ട്, ആദ്യ നൂറ്റാണ്ടിനെ വെല്ലുന്ന മഹാവിശുദ്ധര് അന്ത്യനൂറ്റാണ്ടിൽ സഭയിൽ എഴുന്നേക്കും. ഒരു പ്രവചനമാണ്. വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട്, ജപമാലയുടെ വിശുദ്ധനായ വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട് പറയാണ്, ആദ്യ നൂറ്റാണ്ടിനെ വെല്ലുന്ന മഹാവിശുദ്ധര് സഭയിൽ എഴുന്നേക്കും. അഗ്നിയുടെ സുവിശേഷകനായ വിശുദ്ധ വിൻസെന്റ് ഫെറർ പ്രവചിക്കുന്നുണ്ട്, ആദിമ സഭയിലെ ആദിമ രക്തസാക്ഷികളെ വെല്ലുന്ന മഹാവിശുദ്ധർ ഈ സഭയിൽ എഴുന്നേക്കും. പ്രത്യേകിച്ച് ഇന്റർനെറ്റിൻ്റെയും മൊബൈലിൻ്റെയും ശാസ്ത്ര ലോകത്തിൽ അതിനേക്കാൾ വലിയ വിശുദ്ധന്മാർ, ആദിമ നൂറ്റാണ്ടിലേക്കാൾ വലിയ വിശുദ്ധന്മാർ സഭയിൽ എഴുന്നേക്കുവാൻ പെന്തക്കോസ്തായുടെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സഭയിൽ നിറയപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് സഭയിൽ
ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിറയാൻ, കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിറയാൻ, കുഞ്ഞുങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിറയാൻ, അതുപോലെ തന്നെ യുവതി യുവാക്കന്മാരിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിറയാൻ, ബാലിക ബാലന്മാരിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിറയാൻ, സമർപ്പിതരിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിറയാൻ, വൈദികരിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിറയാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, സഭയിൽ വീണ്ടും ഒരു ഉണർവിൻ്റെ കൊടുങ്കാറ്റ് അയക്കണമേ. കർത്താവിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ കൃപയും കർത്താവിൻ്റെ കരുണയും ലോകം മുഴുവൻ കടന്നു വരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.